പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, അഡോർ യു ജീസസ്, വർഷിപ്പ് യു ജീസസ്, love you Jesus, hallelujah, praise you, worship you, adore you Jesus Christ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലയിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും അനുദിനം ഈ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. 100 വയസ്സുവരെ ജീവിച്ചാൽ കേവലം 36,500 ദിവസം മാത്രം ജീവിക്കുന്ന മനുഷ്യൻ അനുദിനം സ്വർഗരാജ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനു തക്ക മാനസാന്തരം നമുക്ക് ഉണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ എപ്രകാരമാണ്? അത് വെറും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രഹസനങ്ങളാണോ? അപ്പം നമുക്ക് ആദ്യം ഇന്നും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നതിന് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. യേശു കർത്താവെ നന്ദി, ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അങ്ങേ അറിയാതെ പോയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. അങ്ങേ വേദനിപ്പിച്ച ഞങ്ങളുടെ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം കഴിഞ്ഞ വർഷം ഒത്തിരി ആളുകൾ, നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ നമ്മെ പിരിഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ അവശേഷിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ചാൻസ് കർത്താവ് വീണ്ടും തന്നിരിക്കുന്നു. യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് തിരിയുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പൂർണ്ണമായി നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായി നമുക്ക് സ്വീകരിക്കാം. ദൈവമാണ് നമ്മുടെ രക്ഷകൻ എന്ന വസ്തുത നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ക്രമപ്പെടുത്താം. അനുദിനം ആ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നിരക്കാത്ത നമ്മളുടെ ദുരാശകളുമായി
നമുക്ക് പടവെട്ടി നമുക്ക് ജയിക്കാം. കർത്താവ് നൽകിയ ഒരു അവസരമാണിത്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. അപ്പോൾ നമ്മൾ ഈ പ്രകാശം കണ്ടുവോ? നമ്മൾ ഈ പ്രകാശത്തെ സ്വീകരിച്ചുവോ? അതോ നമ്മൾ ഇപ്പോഴും അന്ധകാരത്തിലാണോ വസിക്കുന്നത്? അതോ പൂർണ്ണമായും നമ്മൾ അന്ധകാരത്തിലായിരിക്കാൻ ഇടയില്ല, കാരണം നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അന്ധകാരത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും നമ്മുടെ അഭിലാഷങ്ങളിലുമൊക്കെ പതിയിരിക്കുന്നുവോ? സാത്താൻ്റെ ഗൂഢതന്ത്രങ്ങൾ നമ്മളിൽ വീണ്ടും അന്ധകാരം പരത്തുന്നുവോ? നമ്മൾ പൂർണ്ണമായും പ്രകാശിതരാണോ? നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലാണോ എന്ന് അനുദിനം ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ക്രിസ്തുവിന് നിരക്കാത്ത സകലതും നമ്മൾ വർജിക്കേണ്ടിയിരിക്കുന്നു. അനുദിനം ആത്മശോധന ചെയ്ത് ക്രിസ്തുവിനോട് മാപ്പ് പറഞ്ഞ് ഒരു റിഫൈൻമെൻറ്റ്, കർത്താവിന് സ്വീകരിക്കുന്ന, കർത്താവിന് നിരക്കാത്ത എല്ലാത്തിനെയും വർജിക്കുന്ന ഒരു പ്രക്രിയ, അനുദിന പ്രക്രിയ നമ്മളിൽ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളിലെ അന്ധകാരത്തെ പൂർണ്ണമായി മാറ്റി ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ജ്വലിക്കുന്നവരായി നമ്മളിലൂടെ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അറിയാത്തവർ, അന്ധകാരത്തിൽ വസിക്കുന്നവർ നമ്മളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിനെ അറിയാൻ ഇടയാക്കത്തക്ക ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? അതുപോലെ കർത്താവിനെ നാഥനായി സ്വീകരിക്കുക. അതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മറ്റുള്ളവരും അവരുടെ സ്ഥിതി എന്തു തന്നെയായിരുന്നാലും അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന വാത്സല്യത്തോടെയാണോ, എന്ന കരുതലോടെയാണോ നമ്മൾ അവരുമായി ഇടപഴകുന്നത് എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ സ്നേഹപിതാവായി മാറുകയും മറ്റുള്ളവരെ അവൻ്റെ അരുമ മക്കളായി നാം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നാം സ്വർഗരാജ്യത്തിൻ്റെ ആദ്യ പടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ദൈവത്തിന് കൂടുതൽ അറിയാതെയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണങ്ങൾ എടുത്ത് മാറ്റാതെയും മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സൃഷ്ടികളായി കരുതലോടെ കണ്ട് അവരോട് വിനയത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യാതെ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു പള്ളിപ്പോക്കുകാരനായി മാറും. നമ്മൾ ദൈവരാജ്യത്തിനടുത്തൊന്നുമല്ല. നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികളല്ല. യഥാർത്ഥ ക്രിസ്തു അനുയായി ക്രിസ്തുവിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിച്ച് ക്രിസ്തുവിന് നിരക്കാത്ത സകലതും അനുദിനം വർജിച്ച് ക്രിസ്തുവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ പ്രകാശം അവൻ്റെ വാക്കുകളിലൂടെയും അവൻ്റെ പ്രവൃത്തികളിലൂടെയും അന്ധകാരത്തിൽ വസിക്കുന്നവരിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി മുന്നേറുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്തു അനുയായി എന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു അറിവിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു.
നമുക്ക് ആ വിളി കേൾക്കാം. നമ്മിലെ ക്രിസ്തീയത, നമ്മിലെ ആത്മീയത കുറച്ചുകൂടെ വളരട്ടെ. അനുദിനം അത് വളർന്ന് പന്തലിച്ച് പുഷ്ടി പ്രാപിച്ച് ഈ ലോകത്തിൽ ഇപ്പോഴും ക്രിസ്തുവിനെ അറിയാതെ അന്ധകാരത്തിൽ, പാപഭാരത്തിൽ, നിരാശയിൽ വസിക്കുന്നവർക്ക് നമ്മളൊരു പ്രകാശവും അത്താണിയുമായി മാറട്ടെ. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ആരാധന, സ്തുതി, 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 സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആമേൻ.